കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. പെരേരയ്ക്ക് ആത്മനിയന്ത്രണമില്ല എന്ന് വെച്ചാ ഭ്രാന്ത് മുഴു ഭ്രാന്ത് അലാന്തരി. പുള്ളി അവിടെ കുറച്ച് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഒപ്പം പോയി വീഡിയോ എടുക്കലാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. നിനക്കൊടുക്കത്ത അസൂയാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഞാനും വിശ്വസിച്ചാലും ഞങ്ങളെ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ, അവർക്ക് താല്പര്യമില്ല. ഇങ്ങനെ പോയ താമസിച്ചാൽ അവരുടെ പേരിൽ പെണ്ണുകേറ്റ് വരും. ആദ്യം നീ ഒന്നാമത് നോക്ക്, എന്നിട്ട് സ്വയം നന്നാക്കിയാൽ മതി. എങ്ങനെ? ഇവന് അവിടെ പോയി ഫോട്ടോ എടുക്കലാണ്. ഇവന് ഒരു ആത്മനിയന്ത്രണം ഒരു കാര്യം തോന്നി അപ്പം ചെയ്യണം. നിനക്ക് തോന്നും, പെണ്ണുങ്ങളെ കാണുമ്പോൾ നിനക്ക് അങ്ങനെ പലതും തോന്നും. ഞാൻ ഇപ്പോഴേ പറഞ്ഞത് താമസിയാത്ത ഒരു കേസ് ഇവരുടെ പേരിൽ വരും. അത് പെണ്ണ് കേസായി. അതിന് നീ എന്തിനാ കരയണേ? കയ്യിലിരിപ്പ് അതാണ്. പെണ്ണേഴ്സ് വരും. പറഞ്ഞ് ഞാൻ കേൾക്കില്ല, പറഞ്ഞു തന്നാവില്ല, അനുഭവിച്ച് തന്നാവുള്ളൂ. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാൻ വേണം പുല്ല്. പിന്നെ ജംഗിളിൽ എന്നാ ഷോർട്ട് ഫിലിം എല്ലാം ഇറങ്ങി കണ്ടു. എന്നാ ഡയറക്ഷൻ ക്രിസ്റ്റഫർ നോളന്റെ ഡയറക്ഷനിലല്ലേ പടം. അഭിനയം പറഞ്ഞ മെർലൻ ബ്രാൻഡോ സ്റ്റൈൽ അഭിനയം. എന്നാ ക്ലാസിക് പടം. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. ഞാൻ അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നപ്പോ വന്നാൻ പറയാൻ ആ പടം പ്രൊമോട്ട് ചെയ്യണോ എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ച് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവനൊരു ജിമ്മായതുകൊണ്ട് അവൻ എന്നെ എടുത്ത് പെരുമാറുമോ എന്നാണ് എനിക്ക് എന്റെ പേടി. വഴി കൂടെ പാട്ടയും പറക്കി നടന്നവനെ പിടിച്ച് ഈ ജോലി ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്കിത് തന്നെ വേണം. ഇപ്പൊ പുള്ളി ഹോട്ടലിലേക്ക് താമസിക്കുന്നത്. വീട്ടിൽ എ സി ഇല്ല, ഹോട്ടലിൽ എ സി ഉണ്ടോ? തലക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ പാവം. ഇതാളാട്ടെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ് പരിപാടി മുന്നേ ഒപ്പിക്കുന്നത്. നടക്കുന്ന കാര്യം വല്ലോണ്ട് പറടാ. അതൊക്കെ നിങ്ങളുടെ വെറും മോഹങ്ങളാ. ബിഗ് ബോസ് കിട്ടിയ പുള്ളി ഒരു പെരേര സ്റ്റോഴ്സ് എന്ന് പറയേണ്ട ഒരു പലചരക്കടയാണ്. ഗുലാം തട്ടുകടയാണ്. അല്ലെങ്കിൽ അഭിനയിച്ചിട്ട് നായകോസിന് എന്തേ ഉള്ളൂ. പറയുന്ന പടത്തെ നായക പുള്ളിയാണ് വിചാരം. പിന്നെ നാണക്കെടുത്തി. ഇന്നാളെ ഞാൻ ചോദിച്ചപ്പോൾ പറയാണ് അവൻ്റെ പഠിക്കുന്ന കാലത്ത് അവനെ സൈക്കാട്രിസ്റ്റിൽ കാണിച്ചു. ബുദ്ധി കുറവാണ് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു സൈക്കാട്രിസ്റ്റ് പറഞ്ഞു ബുദ്ധി കൂടുതലാണ്. അവൻ ഭ്രാന്തനാണ്, പക്ഷെ ഒടുക്കത്തെ ബുദ്ധിയാ. ബുദ്ധി ശിരസിൽ കയറി ഭ്രാന്തായെന്നാ തോന്നുന്നത്. പുള്ളി പറഞ്ഞു പുള്ളിക്ക് ബുദ്ധി കുറവാണ് അവർ കൊണ്ടേ കാണിച്ചത്. പുള്ളി കാരണം ബുദ്ധി കൂടിപ്പോയാണ്. എനിക്കൊരു ലുക്കില്ലാന്നേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിയാ. പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ.